5 ദിവസത്തെ വലിയ തകർച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ തിരിച്ചു കയറൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള നല്ലൊരു തിരിച്ചു കയറലിലേക്ക് വരുമോ, അതല്ല ഇങ്ങനെ ഉള്ള തിരിച്ചു കയറൽ വീണ്ടും വലിയൊരു താഴ്ചയിലേക്കാണോ നയിക്കുക എന്നുള്ളത് നമുക്കിന്ന് ഒന്ന് അനലൈസ് ചെയ്യാനാകും. ഇന്നലത്തെ വീഡിയോയിൽ വളരെയധികം ആളുകൾ കാണുകയും വളരെയധികം കമൻറ്റുകൾ വരികയും ചെയ്തു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 4 സ്റ്റോക്കുകളെ പറ്റി ആളുകൾ ചോദിക്കുകയും അത് കമൻറ്റ് വഴിയും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 ആസ്ക് ഗ്രൂപ്പ് ഇമാങ് സർവീസിലേക്ക് ചോദിക്കുകയും ചെയ്തിട്ടുള്ള 4 സ്റ്റോക്കുകൾ RVNL, കൊച്ചിൻ ഷിപ്പ്യാർഡ്, റിലയൻസ് പവർ, BEL, ഈ 4 സ്റ്റോക്കുകളുടെ ഒരു ഭാവി എൻ്റെ ഒരു അനാലിസിസ് വെച്ച് കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഉണ്ടായിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു തിരിച്ചു കയറൽ ഒരു റിക്കവറി ആവുമോ അല്ലെങ്കിൽ അത് വലിയൊരു തകർച്ചയ്ക്ക് കാരണമാകുമോ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു തിരിച്ചു വരവ് നടന്നേക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സെല്ലിങ് നിർത്തുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു റിക്കവറി കാണിക്കും. കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചയായിട്ട് 20-22% ചൈനയുടെ ഷങ്കായ് ഇൻഡെക്സ് വർദ്ധിച്ചിട്ടുള്ളത്. അതായത് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് 1/4 ഒറ്റയടിക്കങ്ങ് ഒരാഴ്ച കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് ചൈനക്കാരുടെ പണം കൊണ്ടൊന്നുമല്ല, വിദേശ നിക്ഷേപകരുടെ പണം കൊണ്ടാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. അത് ഇന്ത്യയിലേക്ക് വരേണ്ട പണമാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന പണമാണ് എന്നാണ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ആ ഒരു ഔട്ട്ഫ്ലോ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ കുറഞ്ഞാൽ മാത്രമേ ഈ ഒരു തകർച്ചയ്ക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേത്, സെബിയുടെ റെഗുലേഷൻസ് കുറച്ച് കടുപ്പമായിട്ടാണ് കാണുന്നത്. അതായത് ഓപ്ഷൻ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചുകൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റിയെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആളുകൾ കരുതുന്നുണ്ട്. അത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റ് വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു അസംഷനിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സെബി ഈ ഒരു തീരുമാനങ്ങളിൽ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ വലിയ രീതിയിലോ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് തിരിച്ചു വരുന്നതിന് ഒരു കാരണമായേക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വാല്യുവേഷൻ ഇപ്പോഴും ഒരു ഉയർന്ന നിലയിലാണ്. അത് ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. അത് വാല്യുവേഷൻ ഉയർന്നിട്ടുള്ള നിലയിലാണ് അല്ലെങ്കിൽ PE ഭയങ്കര ഉയർന്നിട്ടുള്ള നിലയിലായിട്ടുള്ള സ്റ്റോക്കുകളാണ് മിക്കവാറും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള സ്റ്റോക്കുകൾ. അപ്പോൾ PE കുറയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഏർണിങ്സ് പെർ ഷെയർ, അതായത് ഒരു ഷെയറിൽ നിന്ന് അല്ലെങ്കിൽ ആ കമ്പനി ജനറേറ്റ് ചെയ്യുന്ന ലാഭം കൂടി വരണം. എന്നാൽ മാത്രമേ PE ഒരു സ്റ്റെബിലൈസ് ആയിട്ട് അല്ലെങ്കിൽ താഴ്ന്നു വരികയുള്ളൂ. അപ്പോൾ ഏർണിങ്സ് ൻ്റെ സമയമാണ് അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന സമയമാണ്. ആ ക്വാർട്ടർലി റിസൾട്ടുകൾ കമ്പനികളുടെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കമ്പനികളും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മാർക്കറ്റ് ഒരു റിക്കവർ ആവാനുള്ള സാധ്യതകൾ കാണിക്കും. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ കൊണ്ടാണ് മാർക്കറ്റിന് ആകെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒന്ന്, അമേരിക്കൻ വിപണികൾ അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു റിസഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തിരികെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തേത്, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ. നമ്മളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റർമാർ മ്യൂച്വൽ ഫണ്ടുകൾ വഴിയും സ്റ്റോക്കുകൾ വഴിയും നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പേടിച്ചോ മറ്റോ കുറവ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഏർണിങ്സ് ഗ്രോത്തും വാല്യുവേഷനുമാണ്. അതായത് നമ്മളുടെ കമ്പനികൾ നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഗ്രോത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റിന് അത് വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ ഈ വാല്യുവേഷനെയും നേരിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതായത് മാർക്കറ്റ് എന്തൊക്കെ സിറ്റുവേഷനിൽ തിരിച്ചു വന്നേക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റും കൂടെ ചെയ്യാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനിൽ നിങ്ങൾ ചോദിച്ച 4 പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട്
നിങ്ങൾ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വ്യൂവിൽ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയട്ടെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റർ അഡ്വൈസർ അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രമാണ്. ഈ അഭിപ്രായത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വാങ്ങലോ വിൽപ്പനയോ നടത്തുന്നത് അത്ര ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആയിട്ട് ആദ്യമേ പറയട്ടെ. ആദ്യത്തെ സ്റ്റോക്ക് RVNL ആണ്. RVNL ഏകദേശം ഒരു 600 മേളിൽ 647 റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 450 റേഞ്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 94,000 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു ഓഹരിയാണ് RVNL. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69 സാധാരണ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ ഒരു പ്രൈസ് ഏർണിംഗ് റേഷ്യോയുടെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20-25 വരെയൊക്കെയാണ് മാക്സിമം പോകുന്നത്. അതിൻ്റെ 3 ഇരട്ടിയോളമൊക്കെ ഇത് ഉയർന്നിരിക്കുന്നു. അത് ഈ സ്റ്റോക്ക് തുടർന്ന് മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത തളർത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. 647 ഇതിൻ്റെ ലാസ്റ്റ് ഹയസ്റ്റ് പ്രൈസ് വന്നത്. 142 ഇതിൻ്റെ ഇയർലി ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 142 നിന്ന് ഏകദേശം 500 രൂപ 3 ഇരട്ടിയോളം വർദ്ധിച്ചതിന് ശേഷം ഒരു കറക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കറക്ഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു PE റേഷ്യോ ഭയങ്കര ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും ഇത് ഓൾറെഡി ഇത്രയും റണ്ണപ്പായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ ഈ ഒരു പ്രൈസിൽ RVNL വാങ്ങില്ല. നിങ്ങൾ വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അടുത്തത് കേരളത്തിൽ തന്നെയുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 1550 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഡിഫൻസ് ഓഹരി ആണ്. 51,000 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ഓഹരിയാണ്. 46 അതിൻ്റെ PE. അപ്പോൾ ഈ ഡിഫൻസ് ഓഹരികളിലും ഉയർന്ന PE വരുന്നത് അത്ര ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2979 വരെ പോയതിന് ശേഷമാണ് 1550 ഏകദേശം 50% കറക്ഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. 436 ഇതിൻ്റെ ഇയർലി ലോ. അതായത് 436 നിന്ന് 3000 വരെ പോയിട്ട് ആണ് അതിപ്പോൾ 1250 ആയിട്ടുള്ളത്. ഉയർന്ന വിലയിൽ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ചില താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം വ്യൂവിൽ ചെറിയ രീതിയിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു 1000 വരെയൊക്കെ പോകുമെന്ന് ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് പവറാണ്. ഒട്ടും നല്ല കമ്പനിയല്ല എന്ന് അതിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. 45 എന്നുള്ള റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ സെക്ടറിലുള്ള ഓഹരിയാണ്. 19,000 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു ക്യാപിറ്റലൈസേഷൻ. അതുപോലെ തന്നെ ഇത് ലാഭം ഉണ്ടാക്കാത്ത കമ്പനിയാണ്, നഷ്ടത്തിൽ പോകുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ PE റേഷ്യോ നമുക്ക് നോക്കാനില്ല. 15 രൂപയിൽ നിന്ന് 54 രൂപ വരെ ഒറ്റ അടിക്ക് കയറിപ്പോയിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ 45 റേഞ്ചിലേക്ക് താഴ്ന്നു വന്നിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും ഞാൻ എന്തൊക്കെ വന്നാലും ഈ ഓഹരിയിൽ നിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നഷ്ടം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. BEL എന്ന ഡിഫൻസ് ഓഹരിയാണ് അടുത്തത്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഡിഫൻസ് രംഗത്തെ ഇലക്ട്രോണിക് കോമ്പണൻസ് നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. 265 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് 340 നിന്നാണ് താഴേക്ക് വന്നിട്ടുള്ളത്. 127 ഇതിൻ്റെ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരം. അപ്പോൾ 3 ഇരട്ടി കൂടിയിട്ട് പിന്നൊരു 10-50 രൂപ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ താഴ്ന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി വാങ്ങിക്കില്ല എന്നുണ്ടെങ്കിലും താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഞാൻ പേഴ്സണലി വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഡിഫൻസ് കമ്പനികളിലോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലോ അതുപോലെ മറ്റ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏർപ്പാടുകളിലൊന്നും ഞാൻ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഞാൻ വാങ്ങാറില്ല. 1.95 ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഈ ഓഹരിയും 46 എന്ന് പറഞ്ഞിട്ടുള്ള ഉയർന്ന PEയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു പ്രൈസ് ഏർണിങ്സ് ഭയങ്കരമായിട്ട് കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ചും അതിൻ്റെ തൊട്ട് മുൻപും അതിന് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ റാലി ഇത്തരം സ്റ്റോക്കുകളുടെ ഒരു പ്രൈസ് ഏർണിങ്സ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ആ സ്റ്റോക്കുകൾ പെട്ടുപോയിട്ടുള്ള ആളുകൾ താഴ്ന്നു വരുമ്പോൾ ചെറിയ രീതിയിൽ വേണമെങ്കിൽ ആവറേജ് ചെയ്യാൻ നിങ്ങൾക്ക് ആ സ്റ്റോക്കിനെ പറ്റി കൺവിൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട്
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്കുകളിലൊന്നും തന്നെ നടത്തുന്നത് അത്ര നല്ലതല്ല ഇപ്പോൾ പ്രത്യേകിച്ചും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു അഭിപ്രായമായിട്ട് മാത്രം എടുത്താൽ മതി. ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയോ ഇതിൻ്റെ വിൽപ്പനയോ വാങ്ങലിനെയോ സ്വാധീനിക്കേണ്ട കാര്യമല്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട്, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.